അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നതായിട്ട് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവിടുന്ന് വളരെ വ്യക്തമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതാ അവിടുന്ന് മഹാനായ ഇമാം തുബറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സനാഇഉൽ മഅറൂഫി തഖീ മസാരി അസ്സൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നല്ല പ്രവർത്തനം ചെയ്യാൻ ആ മനുഷ്യൻ തീരുമാനിച്ചാൽ തൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു തആല അവനിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ അവൻ വല്ലാതെ ജാഗ്രത പുലർത്തി ആത്മാർത്ഥമായിട്ട് അവൻ അമൽ ചെയ്യാൻ തുടങ്ങിയാൽ അവനിക്ക് ചീത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലാഹു തആല അവനെ കാക്കുന്നതാണ്. അവനിക്ക് ദോഷമായ മോശമായ മരണത്തിൽ നിന്ന് അല്ലാഹു തആല കാക്കുകയാണ്, അപകടങ്ങളിൽ നിന്ന് കാക്കുകയാണ്. ആയിട്ടുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അവനിക്ക് മോശമാകുന്ന, അവനിക്ക് പരീക്ഷണങ്ങളാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല അവനിക്ക് മോചനം നൽകുമെന്ന് അതാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചീത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ നേരെ തിരിച്ചു തന്നെയാണ്. ചീത്തതായിട്ടുള്ള ഒരു കാര്യം ഒരു മനുഷ്യൻ തുടർന്നാൽ അവന്റെ ജീവിതത്തിൽ പിന്നീട് ഒരുപാട് ഷർറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നന്മയാണ് ഒരു മനുഷ്യന് കൊണ്ടു നടക്കുന്നതെങ്കിലോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചീത്തതിൽ നിന്ന് അവനക്ക് തടയിടും, അവനെ കാത്തുരക്ഷിക്കും. എന്തിൽ നിന്ന് വരെ? അവൻ്റെ മോശപ്പെട്ട മരണസമയം, ആ മരണസമയം മോശമാകുന്നതിൽ നിന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് മോചനം നൽകുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ലല്ലോ, വീണ്ടും അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. നോക്കൂ, വസ്സദഖതു ഖഫിയൻ തുത്ഫിഉ ഗളബർ റബ്ബ്. ഒരു മനുഷ്യന് സ്വതക്ക കൊടുത്താൽ ആ ദാനധർമ്മമുണ്ടല്ലോ അത് അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന് കാക്കുന്നതാണ്. അല്ലാഹുവേ, പടച്ച തമ്പുരാന്റെ കോപത്തിൽ നിന്ന് കാക്കുന്നതാണെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്. എന്തേ ചെയ്യേണ്ടതെന്നറിയോ? അവിടെ നിന്ന് സ്വതക്ക ചെയ്യലാണ്, സ്വതക്ക ചെയ്യലാണ്. കയ്യിലുള്ളത് സ്വതക്ക കൊടുക്കൂ, അല്ലാഹു തആല നമുക്ക് നൽകുന്ന പ്രതിഫലമാണത്. അല്ലാഹുവിൻ്റെ കോപം ഒരിക്കലും നിന്നിൽ ഇറങ്ങില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വതക്ക കൊണ്ട് അല്ലാഹുവിൻ്റെ കോപം തടുക്കാൻ കഴിയും. മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സ്വതക്കയുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന നമുക്ക് 10 രൂപയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 1 രൂപ നമ്മൾ സ്വതക്ക കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ 100 രൂപ കിട്ടിയാൽ ഒരു 10 രൂപയെങ്കിലും സ്വതക്ക കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ 500 കിട്ടിയാൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ അങ്ങനെ നമ്മൾ സ്വതക്ക കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ് നമ്മൾ വെച്ചാൽ അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവൻ്റെ എല്ലാവിധ ബല ഉണ്ടല്ലോ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൻ്റെ പരിഹാരമാണ്. മാത്രമല്ല നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, ഒഴുകുന്ന വെള്ളത്തിലാണ് ബർക്കത്തുള്ളത്. എന്തിലാ ബർക്കത്ത്? നമ്മൾ പറയാം, ഒഴുകുന്ന വെള്ളത്തിലാണ് ബർക്കത്ത് നമ്മൾ സാധാരണ പറയും, അല്ലേ? അതങ്ങനെ തന്നെയാണ്. ഒരു വെള്ളം ഒരു തോട്ടിലെങ്ങാനും ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, പക്ഷെ അതങ്ങനെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അതിന് നല്ല തെളിച്ച് നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് ഇനി കുറച്ച് തോന വെള്ളമുണ്ട്, പക്ഷെ അത് കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് പായൽ പിടിച്ചത് കാണുമല്ലോ, അതിനകത്ത് ഒരുപാട് മോശപ്പെട്ട വസ്തുക്കൾ കാണുമല്ലോ. അങ്ങനെ തന്നെയാണ് നമ്മുടെ സമ്പത്തിൻ്റെയും അവസ്ഥ. സമ്പത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്.
സമ്പത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. എങ്ങനെയാണോ കെട്ടിയിട്ട വെള്ളത്തിൽ പായലും പൂപ്പലും പിടിച്ചതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കാതെ നമ്മുടെ സമ്പത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചാലുള്ള അവസ്ഥ. അല്ലാഹു തആല നമുക്ക് സ്വതക്കയും സക്കാത്തുകളും എല്ലാം കൃത്യമായി നിർവഹിക്കാൻ, സ്വതക്ക ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. സ്വതക്ക കൊടുക്കുന്ന ഒരു മാർഗം കൂടെ നമുക്കറിയാം. എങ്ങനെയാണ് സ്വതക്ക കൊടുക്കുന്നത്? പല ആൾക്കാരും സ്വതക്ക കൊടുക്കും, പക്ഷേ അത് സോഷ്യൽ മീഡിയ മൊത്തം ഇന്ന് അറിയാണ് കൊടുക്കുന്ന സ്വതക്കയും ചെയ്യുന്ന ദാനധർമ്മങ്ങളും മുഴുവനും, അല്ലെ, സഹായങ്ങളും മുഴുവനും. കാരണം നമ്മളിങ്ങനെ ഓരോരുത്തരും മുമ്പിൽ ചെല്ലുക, ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുക. അങ്ങനെയാണ് ഇന്നത്തെ സ്വതക്കകളൊക്കെ മാറുന്നത്. അല്ലാഹു തആല നമുക്ക് റബ്ബിനറിഞ്ഞുകൊണ്ട് അങ്ങനെ സ്വതക്ക ചെയ്യാനുള്ള പ്രതിഫലം അല്ലാഹു തആല നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറയും സ്വതക്ക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ നമുക്ക് ദാനം ചെയ്യാൻ, നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല. ആ രൂപത്തിലാണ് സ്വതക്ക ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെയാ സ്വതക്ക ചെയ്യേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയാണ്, ചെയ്യേണ്ട കടമയാണ്. പക്ഷെ അവിടുന്ന് ദാനം ചെയ്തിരുന്നത്, തൻ്റെ കയ്യിലുള്ള സമ്പത്ത് വരെ പാവങ്ങൾക്ക് കൊടുത്തിരുന്നത് കാണാം. തൻ്റെ പാവപ്പെട്ട വീടുകളൊക്കെ അന്വേഷിച്ച് വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണ സാധനങ്ങൾ വെച്ചിട്ട് നടന്നു പോകുന്ന സ്വഭാവമായിരുന്നു. ആരെ വെച്ചു എന്ന് അവർക്കറിയില്ല, പടച്ചവന് മാത്രം അറിയാം. വെച്ച ഉമർ തങ്ങൾക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും അറിയാം. അങ്ങനെയായിരുന്നു അവിടെയൊക്കെ ജീവിതം, അല്ലെ? ഇന്ന് നമ്മളങ്ങനെ നല്ലല്ലോ. അല്ലാഹു തആല ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സ്വതക്ക കൊണ്ട് അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, വീണ്ടും അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കൂ, വസിലത്തുർ റഹിമി സിയാദത്തു ഫിൽ ഉംരി. ഒരു മനുഷ്യന് കുടുംബ ബന്ധം ചേർക്കുന്നുണ്ടെങ്കിൽ, ഉമ്മയെയും ബാപ്പയെയും പടച്ച റബ്ബേ, സഹോദരങ്ങളെയും ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലോ, കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ, ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലോ, അവരോട് പോയിട്ട് നല്ല കലാമുകൾ പറയുന്നുണ്ടെങ്കിലോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സിയാദത്തു ഫിൽ ഉംരി, അവന്റെ ആയുസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുന്നതാണ്. അവന്റെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ്. അവനിക്ക് ദീർഘായുസ് ലഭിക്കുന്നതാണ്. അപ്പൊ ദീർഘായുസ് ലഭിക്കാനുള്ള മാർഗം എന്താണ്? റബ്ബിന്റെ മുമ്പില് കുടുംബ ബന്ധം ചേർക്കലാണ്. ചില ആൾക്കാർ കണ്ടില്ലേ, പെങ്ങളോടും മിണ്ടൂല, ജ്യേഷ്ഠനോടും മിണ്ടൂല, അനിയനോടും മിണ്ടൂല, വാപ്പയോടും ഉമ്മയോടും വരെ മിണ്ടാത്ത ആളുകളുണ്ട്. സ്വന്തം വാപ്പയോടും ഉമ്മയോടും വരെ വേണ്ട രൂപത്തിൽ സംസാരിക്കാത്ത മിണ്ടാത്ത ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്തേ കാരണം? സ്വത്തായിരിക്കും, അതിര് പ്രശ്നങ്ങളായിരിക്കും, മറ്റു പ്രശ്നങ്ങൾ, അല്ലെ? ഇതിന്റെ പേരിൽ സ്വന്തം ചോരകളോട് വരെ, ഉമ്മയോട് വരെ, പാപ്പയോട് വരെ പിണങ്ങി നിൽക്കുന്ന എത്രയെത്ര ആളുകളുണ്ടെന്നറിയോ? അവരൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവർക്ക് ആയുസ് കുറവാണ്, ആയുസ് കുറവാണ്. നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ടവരോട് മുഴുവനും സ്നേഹത്തോടെ സംസാരിക്കണം, സ്നേഹത്തോടെ വർത്തിക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം, നല്ല നല്ല വിശേഷങ്ങൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്ന കാലം വരുന്ന ആ സമയം മുഴുവനും നിന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിനക്ക് സഹായവുമായിട്ടുണ്ട്. നിന്റെ ബന്ധപ്പെട്ടവരോട് നമ്മൾ മുറിച്ചു നിന്നാൽ, നിന്റെ കുടുംബക്കാരോട് മറ്റു ബന്ധപ്പെട്ടവരോട് മുറിഞ്ഞു നിന്നാൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിന്റെ എല്ലാ നാശത്തിനും അത് കാരണമാണ്. അതാ വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വകുല്ലു മഅറൂഫിൻ സദഖ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ടല്ലോ, നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങളെ കുറിച്ച് മുഴുവനായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സദഖ, അതൊക്കെ സ്വതക്കയാണെന്നാണ്. ഒരാൾ നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇപ്പൊ
ഇപ്പം നമ്മൾ പറഞ്ഞ കുടുംബ ബന്ധം ചേർക്കുക, സ്വതക്ക ചെയ്യുക, മറ്റു ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, എല്ലാവരും നല്ല സംസാരങ്ങൾ ചെയ്യുക, പറയുക. ഇങ്ങനെ മറ്റുള്ളവരുമായിട്ടൊരു മനുഷ്യനുമായിട്ട് ഇടപെട്ടിട്ട് നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ, ഒരു പ്രയാസം വരുമ്പോൾ അവൻ്റെ കൂടെ നിന്നിട്ട് അവനെ സഹായിക്കുക, നല്ല കലാമുകൾ പറയാ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് മുഴുവനും നന്മയാണ്, സ്വതക്കയാണെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമുക്ക് കയ്യിലുള്ളത് സ്വതക്ക ചെയ്യാൻ നമുക്കില്ല, നമ്മുടെ കയ്യിൽ സമ്പത്തില്ല, നമ്മുടെ കയ്യിൽ സ്വതക്ക ചെയ്യാനുള്ള പവറില്ല, ഒന്നും തന്നെ കയ്യിനകത്ത് അല്ലാഹു തആല നൽകിയിട്ടില്ല. എന്നാ സ്വതക്കയെ പോലെ തന്നെയായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മോനെ, മറ്റുള്ളവർക്ക് നിനക്ക് കഴിയുന്ന ശരീരം കൊണ്ടാണോ, നിനക്ക് വാക്ക് കൊണ്ടാണോ ഉപകാരം ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അത് ചെയ്യ. നിനക്ക് നിന്റെ ചിന്ത കൊണ്ട് സംസാരം കൊണ്ട് കഴിയുമോ നീ അത് ചെയ്യ. നിനക്ക് പ്രവർത്തിച്ചു കൊണ്ട് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യ. ഏത് രൂപത്തിലൊക്കെയാണ് നിനക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നത്, നീയൊന്ന് പുഞ്ചിരിക്കൽ വരെ സ്വതക്കയാണ്. മറ്റുള്ളവരെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കൽ വരെ സ്വതക്കയാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പുഞ്ചിരിക്കൽ വരെ സ്വതക്ക. നമ്മൾ എന്ത് നന്മ ചെയ്താലും അതൊക്കെ സ്വതക്കയാണ്, അതൊക്കെ സ്വതക്കയാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നാം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, വീണ്ടും അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാൻ, في الدنيا هم أهل المعروف في الآخرة. ദുനിയാവിൽ വെച്ചിട്ട് ആരാണ് നന്മകൾ ചെയ്യുന്നവൻ, ആ നന്മകൾ ചെയ്തിട്ട് ആ നന്മയിൽ ചെയ്തിട്ട് അവൻ നന്മ കൊണ്ട് അറിയപ്പെട്ടവനാണ്. നന്മ കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഇന്നാലിന്ന നന്മകളുണ്ടെന്ന് എല്ലാവരും പറഞ്ഞവനാണ്. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല നന്മകൾ കൊടുത്തിരിക്കുകയാണ്. ദുനിയാവിൽ ദീനിന്റെ കാര്യത്തിൽ, ഇൽമിന്റെ കാര്യത്തിൽ അവൻ നന്മകൾ ചെയ്തതിന്റെ കാര്യത്തിൽ ആ നന്മ കൊണ്ട് അറിയപ്പെട്ടവനാണ്. എന്നാലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലുണ്ടല്ലോ, കടന്നു വരുമ്പോഴും ഇതേ നന്മ കൊണ്ട് അവൻ അല്ലാഹുവിന്റെ മുമ്പിലും അറിയപ്പെട്ടവനാണ്. ദുനിയാവിൽ ഒരാൾ നന്മ കൊണ്ട്, നന്മ ചെയ്തിട്ട്, നന്മ പറഞ്ഞിട്ട്, പ്രവർത്തിച്ചിട്ട് ഒരാൾ അറിയപ്പെട്ടാൽ നാളെ റബ്ബിന്റെ മുമ്പിലും അങ്ങനെ തന്നെയാണ്. അവർ നന്മയുടെ പക്ഷക്കാർ തന്നെയാണ്. എന്നാൽ നേരെ തിരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അഹ്ലുൽ മുൻകരി ഫിദ് ദുനിയാഹും അഹ്ലുൽ മുൻകരി ഫിൽ ആഖിറ. ദുനിയാവിൽ വെച്ചിട്ട് ആരാണ് മോശത്തരങ്ങൾ പറയുന്നത്, ആരാണ് മോശത്തരങ്ങൾ പ്രവർത്തിക്കുന്നത്, ആ മോശത്തരങ്ങൾ പറഞ്ഞും പ്രവർത്തിച്ചും ചിന്തിച്ചും നടന്നവനായിട്ടാണ് ഈ ദുനിയാവിൽ അവനെ അറിയപ്പെടുന്നതെങ്കിലോ, എല്ലാവരും അവനെ കുറിച്ച് പറയുന്നതെങ്കിലോ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലും അങ്ങനെ തന്നെയാണ്. റബ്ബിന്റെ മുമ്പിലും അങ്ങനെ തന്നെയാണ്. മോനെ, നിന്നെ കുറിച്ചിട്ട് മോശക്കാരനായിട്ടാ പറയുന്നത്, നിന്നെ കുറിച്ചിട്ട് മോശക്കാരനായിട്ടാ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലും അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാ നീ നരകത്തിന്റെ അവകാശിയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിലൊന്ന് കൈവച്ചിട്ടൊന്ന് ചിന്തിക്കുക. എന്നെയും നിങ്ങളെയും കുറിച്ചിട്ട് മറ്റുള്ളവർ എന്താ പറയുന്നത്? നന്മയാണോ അതോ തിന്മയാണോ? എല്ലാ സ്നേഹത്തിൻ്റെ വാചകമാണോ? ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താ? നമ്മുടെ ചിന്ത എന്താ? നമ്മുടെ നോട്ടം എന്താ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവ് മാത്രമല്ല നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്, ദുനിയാവിൽ മാത്രമല്ല നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ, അവിടെയും നമുക്ക് വിജയിക്കാൻ കഴിയണം.
അവിടെയും നമുക്ക് വിജയിക്കാൻ കഴിയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മയുടെ പക്ഷമെന്ന് പറയുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുനിയാവിലെ വിജയം മാത്രം പോരെ നമുക്ക്. നമ്മളെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട്, സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ട്, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ട്, മറ്റു ബന്ധങ്ങളിലൂടെ കടന്നുപോയിട്ട്, പടച്ചവനെ നമ്മളൊക്കെ സൗഹൃദം സൃഷ്ടിക്കുന്നവരാണ്, നന്മകൾ സൃഷ്ടിക്കുന്നവരാണ്. എന്നാൽ ദുനിയാവിലെ ബന്ധവും സൗകര്യങ്ങളും സൗഹൃദങ്ങളും പോരാ, ദുനിയാവിലെ ആഡംബരങ്ങളും സുഖങ്ങളും പോരാ. ഈ നന്മകളൊക്കെ ചെയ്തിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഉന്നതിയിലേക്ക് കടന്നു പോകേണ്ടത് അവിടെയാണ്. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതം മുഴുവനും പരാജയത്തിലാണ്. ജീവിതം മുഴുവനും പരാജയത്തിലാണ്. പഠിച്ചവനെ, ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ദുആ ചെയ്യണം, പഠിച്ചവനെ എൻ്റെ മരണസമയം നീ നന്നാക്കി തരണേ അല്ലാ. നന്മ എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണേ അല്ലാ. കാരണം എന്തെന്നറിയോ? ദുനിയാവിൽ നമ്മൾ നന്മകൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ കൈ വെച്ചിട്ട് നമ്മളൊക്കെ പറയുന്നത്, ഉസ്താദേ, ഞാൻ നിസ്കരിക്കുന്നത് സ്വർഗത്തിനാണ്, നോമ്പെടുക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, സ്വതക്കയും സകാത്തുകളും ദാനധർമ്മങ്ങളും മറ്റും എല്ലാം ചെയ്യുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിൽ ആത്മാർത്ഥതയില്ലെങ്കിലോ, എല്ലാവരോടും മോശമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ വാക്കൊന്ന് നോക്കൂ. നമ്മൾ നന്മയുള്ളവരാകണമെന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. വഅവ്വലു മൻ യദ്ഖുലുൽ ജന്നത അഹ്ലുൽ മഅറൂഫ്. ആരാ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നതെന്നറിയോ? സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന വിഭാഗം ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നന്മയുടെ പക്ഷത്ത് ചേർന്ന് നിന്ന ആളുകളാണ്, നന്മയുടെ പക്ഷക്കാരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ആദ്യം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ സ്വർഗത്തേക്ക് ആദ്യം പോണത്? ആരാ നന്മയിൽ പ്രവർത്തിക്കുന്നത്? ചില ആൾക്കാർ നിസ്കരിക്കും, നോമ്പെടുക്കും, ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ മറ്റുള്ളവരോട് വേണ്ട രൂപത്തിൽ, നമ്മുടെ കൂട്ടുകാരോട്, കൂടപ്പിറപ്പിനോട്, സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട്, മറ്റുള്ളവരോട് വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. എന്താ കൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കൊന്നും നേടാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. പടച്ച റബ്ബ് നമുക്ക് ബോധം നൽകട്ടെ.